വെള്ളിയാഴ്ച ആയിട്ട് ബിരിയാണിയാണ് കേട്ടോ. ചോറ് ഇവിടെ ആയിട്ടുണ്ട്. കുക്കറിൽ മസാല താത്ത മസാല റെഡി ആവണുള്ളൂ കേട്ടോ. മസാല ആയിട്ട് വേണം ബിരിയാണി ദമ്മിടാൻ. കിച്ചണ് പിന്നെ ഒരു ബിരിയാണി വെച്ചാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ. കിച്ചൺ അത്യാവശ്യം ക്ലീൻ ആക്കാണ്ട്. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അവൽ സുബൈക്ക് തൊട്ടുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കൽ സ്റ്റാർട്ടായത്. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് ഇതാ ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെയാണ്. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുക്കറിൽ മസാലയാണ് കേട്ടോ. മസാല ഇനി വെന്തിട്ട് വേണം ദമ്മിടാൻ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ സ്പെഷ്യൽ ഇതാണ്. എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. നമ്മളെ കഴിഞ്ഞ ഫ്രൈഡേ വ്ളോഗ് ചെയ്യുന്ന ചക്ക വ്ളോഗ് അങ്ങനത്തെ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചക്കുപ്പേരിൻ്റെ വ്ളോഗൊക്കെ കണ്ടില്ല. ഭാവി ചക്ക ഉണ്ടാക്കി ചക്കുപ്പേരിയൊക്കെ ഉണ്ടാക്കിയ. അപ്പം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഭാവി ചിലപ്പോൾ ഒരു ബിരിയാണിയൊക്കെ ആണ് ഒരു പൂതിയാണ്. അപ്പം ചിക്കൻ കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചിക്കൻ കൊണ്ടിരിക്കും, എന്നിട്ട് സാധാ ചോറ് വെക്കും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല പച്ചക്കറിയൊക്കെ ആയിരിക്കും. വെള്ളിയാഴ്ച ചിലവർക്ക് വെള്ളിയാഴ്ച വെച്ചാൽ ബീഫ് നിർബന്ധം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് നിർബന്ധം, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഇപ്പം എൻ്റെ താത്താൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ. താത്താൻ്റെ വീട്ടിലായാലും എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണിയാണ് ഉണ്ടാവൽ. ചില ദിവസങ്ങൾ നെയ്ച്ചോറ് വെക്കും, അധികം താത്ത ബിരിയാണി തന്നെയാണ് വെക്കൽ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണിയാണ്. താത്ത അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താ പരിപാടി? ഇനി ഇതാ കിച്ചണൊന്ന് ക്ലീൻ ആക്കാണ്ട് കേട്ടോ. കിച്ചൺ കണ്ടില്ലേ, ബിരിയാണി വെച്ച ആ ഒരു കച്ചറകളൊക്കെയാണ്, പാത്രങ്ങളൊക്കെയാണ് അത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് എനിക്കൊന്ന് അടിച്ചൊരു തുടക്കാണ്ട്. അപ്പം ഞാൻ അതിന് നിൽക്കുകയാണ്. താത്ത പിന്നെ ഇവിടെ കിച്ചണ് ക്ലീൻ ആക്കാനും ബിരിയാണിയുടെ ബാക്കി പരിപാടിക്കൊക്കെ താത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ തുടക്കാൻ പോണതിൻ്റെ മുന്നേ കുറച്ച് ഡ്രസ്സ് തോരടാണ്ട് കേട്ടോ. ഇന്നലെ രാത്രി തിരുമ്പിച്ചാൽ ഞാൻ അധികം രാത്രി തിരുമ്പിയാൽ നേരം വെളുത്ത് തോരടാൻ മറക്കും. നേരം മറിച്ച് പകലാണ് തിരുമ്പണമെങ്കിൽ പിന്നെ ഇങ്ങനെ ഓർമ്മ ഉണ്ടാവും കേട്ടോ. പിന്നെ അടുത്ത ആളാരാ മെഷീനിക്ക് തിരുമ്പാൻ വരുന്നത്, അപ്പോഴാണ് ഓർമ്മ ഉണ്ടാവുക തിരുമ്പിയത് തോരടാണ്ടല്ലോ. ഇന്നിപ്പോൾ ഈ വഴി പോയപ്പോൾ ഇത് കണ്ടപ്പോൾ ഇനിയിപ്പോൾ അത് തോരടട്ടെ. ഡ്രസ്സൊക്കെ അയലുമ്പോൾ തോരട്ടോന്നിട്ട് തിരിഞ്ഞ് വയ്ക്കാൻ എടുത്തും കൊണ്ടിട്ടോ. അത്രയ്ക്ക് ചൂടാണല്ലോ ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂറൊക്കെ മെഷീനിലൊക്കെ ഇപ്പോൾ ഉണക്കി കൊടുത്തിടുന്ന കാരണം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അത് ഉണങ്ങി കിട്ടും. പിന്നെ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സുകളൊക്കെയാണ് പിന്നെ കുറച്ചൊന്ന് ഉണങ്ങാൻ ടൈം എടുക്കുക. എന്നാലും ഇപ്പോഴത്തെ ഒരു ചൂടുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ഉണങ്ങി കിട്ടുമല്ലോ. നമ്മളിവിടെ അയലുമെന്ന് നല്ലോണം നായ്ക്കൾ ഡ്രസ്സ് എടുത്ത് കൊണ്ടുപോട്ടു. അവരെ കൊണ്ട് വലിയ 4 ഡ്രസ്സ് തോരടാൻ വന്നപ്പോഴത്തേന് ആകെ പേർത്ത് വലിച്ചിട്ടാ. ഇന്ന് ഭയങ്കര ഒരു ചൂട്. ഇന്ന് പ്രത്യേകിച്ച് ഒരു ചൂട് കൂടുതലുള്ള മാതിരി തോന്നുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര ചൂട്. ഒരു സഹിക്കാൻ പറ്റാത്തൊരു എന്താ പറയുക, നമുക്കൊരു പൊറുത്തിയേടാവുന്നൊരു ചൂടുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ആവി എടുക്കാന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ ഒരു ചൂടെന്ന്. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വേഗം പോയി കുളിച്ചൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ചൂടിനൊരു കുറവില്ല, നല്ല ചൂടാണ്. പുറത്ത് കണ്ടില്ല, നല്ല വെയിലാണ്. മഴക്കാറ് രാവിലെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ചൂടിങ്ങനെ. മഴ പെയ്താൽ ചൂട് കൂടുതലാണെന്ന് പറയല്ലോ. മഴക്കാറിങ്ങനെ മൂടി നിൽക്കുന്നതുകൊണ്ടായിട്ടായിരിക്കും ചൂട് ഇത്ര കൂടുതലെന്ന്. ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ ചാറിപ്പോയി, പക്ഷെ അങ്ങനൊന്നും മഴ പെയ്യണില്ല കേട്ടോ. മഴക്കാറുണ്ട് എന്നല്ലാണ്ട് മഴ ഒന്നും അങ്ങനെ പെയ്യണില്ല. ഇന്നലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറി വേണോ വേണ്ടി വെച്ചിട്ടൊന്ന് ചാറിപ്പോയി. നല്ലോണ്ട് പെയ്തു പോവുകയാണെങ്കിലോ. പിന്നെ മഴ പെയ്താലും ചൂട് തന്നെയാണ്. പിന്നെ ഏപ്രിൽ മെയ് എന്നൊക്കെ പറഞ്ഞത് ചൂടിനായിട്ട് മാറ്റി വെച്ച മാസങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ ചൂടിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ തോരട്ട് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം അത് അടിച്ചേരി തുടക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ബ്രഷിങ് ചൂലിട്ടാണ് അടിച്ചു വരുന്നത്. ഞാനിപ്പം പെട്ടെന്ന് കഴിയാൻ അധികം ഈർക്കിൾ ചൂലിട്ടാണ് കേട്ടോ അടിച്ചു വരാം. നല്ല സുഖമുള്ള കുറച്ച് നല്ല മഴയുള്ള ചൂലുണ്ടാവുമല്ലോ,
അങ്ങനത്തെ ഒരു ചൂലുണ്ട്. പക്ഷെ ആ ചൂല് ഉയരം കുറവാണെന്നുള്ളൂ കേട്ടോ. എന്നാലും ഇങ്ങനെ നല്ല മഴയുള്ള കാരണം പെട്ടെന്ന് അടിച്ചു വാരി കഴിയും. ഈ ബ്രഷിൻ ചൂലും അടിച്ചു വാരിയാൽ നല്ല വൃത്തിയാണ്, പൊടിയൊക്കെ നല്ല വൃത്തിയിൽ ഇങ്ങോട്ട് വരും. പക്ഷേ ഈർക്കിൾ ചൂലിനേക്കാളും ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഇതിന് ഈ ഒരു ചൂലേറ്റ് അടിച്ചു വാരുമ്പോൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിയാനിപ്പോൾ അധികം ഈർക്കിൾ ചൂലാണ് ഇട്ടെടുക്കുക. ഇന്നിപ്പോൾ വെയിലും ചൂടും ക്ഷീണമൊക്കെ ആയിട്ട് കുമ്പിട്ട് അടിച്ചു വരാനൊന്നും വയ്യ. അപ്പോൾ ഇതാ ഈ ചൂല് സാധാ ബ്രഷിൻ ചൂല് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇതാ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറ് ഇതാ ദമ്മിട്ടിക്കുന്നു കേട്ടോ. അതിൻ്റെ ഇതിന് മാറ്റി സ്ഥലമായിട്ടാ. താത്ത കിച്ചൺ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കിച്ചണത്തെ കുറച്ച് പണികൾ തന്നെ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ. താത്തൊക്കെ കഴിഞ്ഞ് വരുവോളും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓ നല്ല ചൂടുണ്ടല്ലോ. ഇല ഫുള്ള് ഇതിമ പറ്റിയിരിക്കുന്നത്, ഇല ഫുള്ള് മൂടിമ പറ്റിയിരിക്കുന്നത്. അതിലൊരു കപ്പ് മതി നമുക്ക്. ഗായ്സ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം കേട്ടോ. നല്ല വിശക്കുന്നുണ്ട്. ബിരിയാണി ആയതുകൊണ്ട് പ്രത്യേക ഒരു വിശപ്പ്. മതിയാ ഇത് ഇതാക്കാന ഇതിത്തെ ചോറ് വെള്ളമാന നമുക്ക് വെള്ളമാന മനസ്സിലാവണ അങ്ങനല്ലേ. ഞാനിവിടെ ദമ്മ് പൊട്ടിക്കലേ, അതുകൊണ്ട് മനസ്സിലാവണില്ല എന്താ ചെയ്യണ്ടെന്നുള്ളത്. ദമ്മൊക്കെ പൊട്ടിക്കല് താത്തയും ബാബിയൊക്കെ. നല്ല ബിരിയാണീൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ടോ. പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ അല്ല കഴിച്ചിരിക്കുന്നത്. ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഉറങ്ങാതെ ജസ്റ്റ് ഒന്ന് കിടന്നിട്ട്. അപ്പോൾ ടൈം വൈകുന്നേരം ഒരു 5:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയാണ് കേട്ടോ. ഒന്ന് ഷോപ്പിലൊന്ന് പോകാണ്ട്. നാളെ ഒരു പരിപാടി ഉണ്ട്, യൂട്യൂബേഴ്സിൻ്റെ ഒരു പരിപാടി ഉണ്ട് ചേളാരി വെച്ചിട്ട്. അപ്പോൾ ആ പരിപാടിക്ക് നാളെ പോകണമെന്നുണ്ട്. അപ്പം അതിനും വേണ്ടിയിട്ട് ഒരു അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊന്ന് വാങ്ങാണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങാനും വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിലേക്ക് പോവുകയാണ്. ടൈം ഇതാ വൈകുന്നേരം 5:45 ആയിട്ടുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളൊന്നും വാങ്ങാനില്ല. പിന്നെ ഇവിടെ അടുത്തേക്ക് തന്നെയല്ല പോണത്. അപ്പോൾ 5:45 ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇത്ര ലേറ്റ് ആയതാണ്. ഷോപ്പിലൊക്കെ പോയി വന്ന് അവിടെ കുറച്ച് നേക്കിന് മരുഭാഗം കൊടുത്തിട്ടോ. അപ്പോൾ ടൈം രാത്രി ആയിട്ടുണ്ട്. രാത്രി ആയപ്പം നാളെ പോകാനുള്ള കുറച്ച് പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഡ്രസ്സൊന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യാണ്ട്, അതിൻ്റെ കോളറ് ഗൗണ് പോലത്തെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കോളറൊന്ന് അയൺ ചെയ്യാണ്ട്, അപ്പോൾ അതിനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. രാവിലെ ഇനി എണീറ്റാൽ ടൈം കിട്ടൂല വിചാരിച്ചിട്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ രാത്രി തന്നെ ചെയ്ത് വെക്കുകയാണ്. ഒക്കെ തലേ ദിവസം രാത്രി ചെയ്ത് വെച്ചാലും രാവിലെ ജസ്റ്റ് ഒന്ന് കുളിച്ച് മാറ്റി പോവും, അത്ര പണിയേ ഉണ്ടാവുള്ളൂ. എന്നാലും ലേറ്റ് ആവട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ചെങ്കിലും ഒന്ന് നേരം വൈകും. അത് എന്നും എവിടേക്കും പോകുമ്പോൾ ഉള്ളതാണ് കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ തലേ ദിവസം ചെയ്ത് വെച്ചാൽ അത്രയും കാര്യങ്ങൾ നേരം വെളുത്തേക്ക് ചെയ്യണ്ടല്ലോ. അതുപോലെ രാവിലെ തന്നെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എണീറ്റ് പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിക്കാനേ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രസ്സ് തയ്ച്ച് വെക്കാം, അങ്ങനത്തെ പരിപാടികളൊക്കെ തലേന്ന് തന്നെ ചെയ്ത് വെക്കുകയാണ്. ഒരു കുഴഞ്ഞ് കിടക്കണ പെട്ടെന്ന് ചൂട് അയൺ ബോക്സിൻ്റെ ചൂട് ഏറിയാൽ പെട്ടെന്ന് ഉരുകണ ഒരു ഐറ്റം തുണിയാണ് കേട്ടോ.
ഡ്രസ്സിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ ഒരു ഷോള്, കോട്ടൻ്റെ ഷോള് മേലെ ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് അയൺ ചെയ്യുന്നത്. ഭാബി പ്രത്യേകം പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ അയൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പിടിക്കും എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് അങ്ങനെ തന്നെ ഉണ്ടോ ചെയ്യുന്നത്. പിന്നെ ഈ അയൺ ബോക്സ് താഴെ വീണിട്ട് ഇതിൻ്റെ സ്പീഡ് കുറക്കണം കൂട്ടണ ആ ഒരു ഫ്രണ്ടിലുണ്ടാവുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണേ, അത് പൊട്ടിപ്പൊയ്ക്കണേ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചൂട് കുറക്കാനും കൂട്ടാനും ഒന്നും കഴിയൂല കേട്ടോ. പിന്നെ കുറച്ച് മെനക്കെട്ടിട്ട് കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും കേട്ടോ. ചെറിയൊരു കമ്പി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അങ്ങനെ കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. പക്ഷെ മെനക്കെട്ട പണിക്കൊന്നും നമ്മളിപ്പോൾ നിൽക്കണില്ല. ഞാൻ ഇതുപോലെ ഒരു കോട്ടൻ്റെ ഷോള് മുകളിലിട്ടിട്ട് ഡ്രസ്സിൻ്റെ മേലിട്ടിട്ട് അങ്ങനെയാണ്. ഡ്രസ്സ് ഫുള്ള് അയൺ ചെയ്യണം കേട്ടോ. അതിൻ്റെ കോളർ മാത്രം ഒന്ന് ശരിയാക്കി എടുക്കുന്നുള്ളൂ. അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു കോട്ടൻ്റെ ഷോൾ ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. എൻ്റെ ഉമ്മച്ചീൻ്റെ ഷാളാണ് കേട്ടോ. അതൊക്കെ കുറേ സാധനങ്ങളിങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തു. ഉമ്മാൻ്റെ പുതിയ സാരികൾ കുറേ ഉണ്ടായിന്. അതുപോലെ തന്നെ കുറേ പുതിയ മാക്സികൾ ഉണ്ടായിന്, അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ടോ. ഇനിയും കുറേ മാക്സിയും ഷോളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ ഫുള്ളും അങ്ങനെ കൊടുക്കാൻ മനസ്സ് അനുവദിക്കണില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കണ്. അതുപോലെ തന്നെ ഉമ്മ ലാസ്റ്റായിട്ട് എടുത്ത നല്ല ഭംഗിയുള്ളൊരു സാരി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് വെച്ചിരിക്കണ്. പിന്നെ ഉമ്മാൻ്റെ ചുരിദാറുകളൊന്നും ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ, അതൊക്കെ ഞാൻ പിന്നെ എടുത്ത് വെച്ചിരിക്കണ്. ഉമ്മക്ക് സാരി ആയിരുന്നു കൂടുതലും. ഉമ്മ അങ്ങനെ അബായ യൂസാക്കാത്ത ആളായിരുന്നു, ഫുള്ള് സാരിയായിരുന്നു. ഉമ്മക്ക് വെയ്യാണ്ടായപ്പോഴാണ് അബായ ഇട്ട് കൊടുക്കൽ തുടങ്ങിയത്. പിന്നെ അബായ ഇട്ട് കൊടുക്കിയപ്പോൾ ലാസ്റ്റ് അബായ ഒഴിവാക്കി. കാരണം അബായ കുറച്ച് ഇറക്കമുള്ള കാരണം ഉമ്മ നടക്കുമ്പോൾ ഒക്കെ ഉമ്മക്ക് ശ്രദ്ധ കിട്ടായിട്ട് ഉമ്മ തടഞ്ഞു വീകാൻ പോവുകയൊക്കെ. അപ്പോൾ ലാസ്റ്റിക്ക് ചുരിദാറാക്കി. ചുരിദാറൊന്നും പിന്നെ കുറേ എടുത്തിട്ടില്ല കേട്ടോ, കാരണം അപ്പോഴേക്കുമ്പോൾ പോയി ഒരു 3-4 കൂട്ട് ചുരിദാർ ഉണ്ടായിട്ടുള്ളേനു. അത് ഞാൻ പിന്നെ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കുറേ ഫുള്ളിങ്ങനെ കൊടുത്ത് ഒഴിവാക്കാൻ മനസ്സനുവദിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ ചുരിദാറൊക്കെ എടുത്ത് വെച്ച്, പിന്നെ ഉമ്മാൻ്റെ നല്ല ഭംഗിയുള്ളൊരു സാരി ഉണ്ടായിരുന്നു അതെടുത്ത് വെച്ച്, പിന്നെ കുറച്ച് നല്ല മാക്സികളും ഷോളും എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് താത്താൻ്റെ മോളൊക്കെ വന്നാൽ അവൾ രാത്രി മേലേക്ക് മാറ്റലൊക്കെ ഉമ്മാൻ്റെ മാക്സിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസാക്കിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് എടുത്ത് വെച്ചിരിക്കണേ. അങ്ങനെ ഡ്രസ്സ് അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോൾ ബിരിയാണി ആയിരുന്നല്ലോ ഉച്ചക്ക്, അപ്പോൾ രാത്രിയും അതിന് കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ ഡൈമ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നാളെ ഇപ്പോൾ പരിപാടി ഉള്ളതുകൊണ്ട് നേരത്തെ കാലത്ത് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം 8:30 ആയിട്ടുണ്ട്. നാളെ ചേളാരി വെച്ചിട്ടാണ് കേട്ടോ നാളെ പരിപാടി. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓൾറെഡി യൂട്യൂബേഴ്സിൻ്റെ പരിപാടിക്കൊന്നും ഞാൻ അങ്ങനെ പോക്കില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 5 വർഷമൊക്കെ ആവാനായി. അതിൽ വേങ്ങര വെച്ചിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് അത്ര വലിയ പരിപാടിയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ അങ്ങനത്തെ ഒരു മീറ്റപ്പായിരുന്നു അത് കേട്ടോ. പക്ഷേ ഇത് ഒരുപാട് ആൾക്കാർ കൂടുന്ന ഒരു പരിപാടിയാണ്. യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം ഇങ്ങനത്തെ ഒരു മീറ്റപ്പിന് ഞാൻ കൂടിയിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നേരിട്ട് കാണാത്ത ഒരുപാട് ആൾക്കാരെ ഇൻഷാ അല്ലാഹ് നാളെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് നമ്മൾ വാട്സാപ്പിലൂടെ മാത്രം പരിചയമുള്ള കുറേ ആൾക്കാർ നാളെ കാണണം. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം ഒരു ദൂരയാത്ര ചെയ്യുന്ന ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. അപ്പം നാളത്തെ മീറ്റപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.